പ്രത്യേകിച്ച് ഓഡിറ്റ് ഒബ്ജക്ഷൻ നടക്കുന്ന ഒരു പദ്ധതിക്ക് അതിന്റെ വേണ്ട ഓഡിറ്റ് ഒബ്ജക്ഷന് വേണ്ട മാറ്റുന്നതിന് വേണ്ടുള്ള നടപടിക്രമങ്ങളൊന്നും പൂർത്തീകരിക്കാതെ പെട്ടെന്ന് ഒരു ഉദ്ഘാടനം നടത്തിക്കൊണ്ട് ഇത് വേണ്ടപ്പെട്ട സ്വജനപരമായിട്ടുള്ള അവരുടെ പല മെമ്പർമാരുടെയും ഭാര്യമാരുൾപ്പെടെയുള്ള അംഗങ്ങളുള്ള കുടുംബശ്രീയെ ഏൽപ്പിച്ച് ഇത് ഒരു സ്വജനപരമായിട്ട് ഒരു പ്രവൃത്തിയായിട്ട് മാറ്റുന്നതിലേക്ക് ഒരു താല്പര്യം എടുക്കുന്നതിന്റെ എന്ത് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. അതാണ് ഇന്നത്തെ ഈ പ്രതിഷേധത്തിന്റെ കാരണം. നാളെ ഈ പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സ്ട്രീറ്റ് ഫുഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ സമരം. സ്ഥലം വാങ്ങി കാട് പിടിച്ചു, മിഷണറി വാങ്ങി തുരുമ്പ് പിടിച്ചു, കെട്ടിടം 17 പട്ടികൾ കയറി, സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും പിടിപണി ചെയ്യും പഞ്ചായത്ത്, ഇതുപോലൊരു മോശം ഭരണം, ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഒരു കളക്ടർ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഗുണമായി മാറേണ്ട ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തതിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പരാതികളൊന്നുമില്ല. പക്ഷേ തികച്ചും അഴിമതിയുടെ സംശയമുള്ള അല്ലെങ്കിൽ തികച്ചും ഒരു കൃത്യമായ രീതിയിൽ രൂപരേഖയില്ലാതെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയിൽ ബഹുമാനപ്പെട്ട കളക്ടർ കൂടി പങ്കാളിയാവുക എന്ന് പറയുന്നത് ഒരു നല്ല സന്ദേശമല്ല ഈ സമൂഹത്തിന് നൽകുന്നതെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും കളക്ടർ CPM-കാരനാണ് നിങ്ങൾ പറയില്ല. പക്ഷേ ഈ ഭരണസമിതി ബഹുമാനപ്പെട്ട കളക്ടറെ കൊണ്ട് വന്ന് ഉദ്ഘാടനം ചെയ്ത ശേഷം അദ്ദേഹത്തെ CPM-ന്റെ ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ ശ്രമിച്ചാൽ അതിന് കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി ഒരിക്കലും അവസരമൊരുക്കില്ല എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. കാരണം ഈ ജില്ലയുടെ ഏറ്റവും ആദർശചീരനായ ഒരു കളക്ടറെ കൊണ്ടുവന്ന് അഴിമതിക്ക് കൊടപിടിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊരട്ടി പഞ്ചായത്ത് മുന്നോട്ട് പോയാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരും. എല്ലാവർക്കും നമസ്കാരം. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് അസാധാരണമായിട്ടുള്ള ഒരു യോഗം നടക്കുകയുണ്ടായി. ഈ യോഗത്തിൽ പ്രതിപക്ഷ മെമ്പർമാർ, കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ മെമ്പർമാർ വിയോജനക്കുറിപ്പ് എഴുതിക്കൊണ്ട് അവർ പുറത്ത് മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധ ധർണ നടത്തുകയും ചെയ്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചത്, നാളെ കൊരട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ വനിതാ മിനി വ്യവസായ കേന്ദ്രത്തിൽ കൊരട്ടി ശ്രീ വിപണന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കുകയാണ്. ഈ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി എത്തിച്ചേരുന്നത് ആദരണീയനായിട്ടുള്ള അർജുൻ പാണ്ഡെ എന്ന കളക്ടറാണ്. നമുക്കെല്ലാം സമാരാധനായിട്ടുള്ള അർജുൻ പാണ്ഡെ. പക്ഷേ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്കറിയാൻ സാധിച്ചത്. ഓഡിറ്റ് ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും തദ്ദേശഭരണ സംവിധാനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓഡിറ്റ്, ആ ഓഡിറ്റിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഡീറ്റെയിൽ പ്രൊജക്റ്റോ, ഇതുമായി ബന്ധപ്പെട്ട് ആരാണ് ഈ പ്രവർത്തനം നടത്തുന്നത്, ഈ സംരംഭകം ആരാണ് നടത്തിക്കൊണ്ടുപോകുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് എത്ര പേർക്ക് ജോലി കിട്ടുന്നു, എന്താണ് ഈ പദ്ധതി എന്നിങ്ങനെയുള്ളൊരു ഡീറ്റെയിൽ പ്രൊജക്റ്റ് ഒന്നും തയ്യാറാക്കാതെയാണ് കൊരട്ടി ശ്രീ പദ്ധതി എന്ന് പറയുന്ന രീതിയിൽ, അതായത് 10ഓളം ഔട്ട്ലെറ്റുകൾ തുറക്കുകയും പൊറോട്ട, ചപ്പാത്തി, ഇഡ്ഡലി, ദോശ, ബിരിയാണി, നൂലപ്പം തുടങ്ങിയവ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിപണന കേന്ദ്രം കൊരട്ടിയിൽ ആരംഭിക്കാൻ പോകുന്നു. 2021 മറ്റോ ആണ് ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞത്. അതിനുശേഷം ഈ പദ്ധതി മന്ദീഭവിച്ചു. തുടർന്നങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രവർത്തനങ്ങളും നടന്നില്ല. 2023-24 വർഷക്കാലയളവിലാണ് ഇതുമായി ബന്ധപ്പെട്ട മിഷനറി വാങ്ങിക്കുന്നത്. എന്നാൽ ഒരു പദ്ധതിക്ക്, ഈ കൊരട്ടിശ്രീ എന്ന് പറയുന്ന പദ്ധതിക്ക് കൃത്യമായ ഡീറ്റെയിൽ പ്രൊജക്റ്റോ മറ്റു കാര്യങ്ങളോ തയ്യാറാക്കുന്നതിന് മുൻപേ ഇതുമായി ബന്ധപ്പെട്ട മിഷനറി വാങ്ങിച്ചിരിക്കുകയാണ്. ഈ മിഷനറി വാങ്ങിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരത്തെ മിഷനറി വാങ്ങിച്ച് കൊരട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ, പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു ഭാഗത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് കണ്ട പല വ്യക്തികളുമുണ്ട്. കൊരട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ പരിപാടികൾക്ക് എത്തിയിരുന്ന ആളുകൾ തന്നെ കണ്ടിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷീനുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ വാറണ്ടി, ഗ്യാരണ്ടി മുതലായ സംഭവങ്ങൾക്കൊക്കെ തന്നെ മാറ്റം വന്നിരിക്കും. അങ്ങനെ ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നിരിക്കുന്ന ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് ആദരണീയനായിട്ടുള്ള ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡെ നാളെ കൊരട്ടിയിലെത്തുന്നത്. തീർച്ചയായിട്ടും ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ പറഞ്ഞിരിക്കുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് വെറും ഒരു പ്രഹസനം മാത്രമാണ്. ഇങ്ങനെയുള്ള പ്രഹസന പരിപാടികൾക്ക് കളക്ടർ വരേണ്ടതുണ്ടോ എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൊരട്ടി പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ മെമ്പർമാർ വലിയ പ്രതിഷേധവുമായിട്ട് ഇന്ന് പഞ്ചായത്ത് ഹാളിൽ നിന്നും ഇറങ്ങിപ്പോന്നിരിക്കുകയാണ്. അവർ പ്രതിഷേധ ധർണ നടത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഗൗരവമായ സംഭവം തന്നെ. ഇലക്ഷൻ വരുന്ന സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള ഉദ്ഘാടന കർമ്മങ്ങൾ നടത്തി ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി, ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊജക്ട് ഡീറ്റെയിൽസോ മറ്റു കാര്യങ്ങളോ ഒന്നും തയ്യാറാക്കാതെയാണ് ഈ കൊരട്ടിശ്രീ എന്ന് പറയുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. 6 ലക്ഷം രൂപ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഓഡിറ്റ് ഒബ്ജക്ഷനിൽ. അങ്ങനെ ഒരു പദ്ധതി എന്തിനാണ് ഇവിടെ ഉദ്ഘാടന കർമ്മം നടത്തി ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്? ഒരു പ്രഹസനമാണ്. ഇതിനെതിരെ വിയോജനക്കുറിപ്പ് എഴുതിക്കൊണ്ട് കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധമായി വന്നിരിക്കുകയാണ്. നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം വെച്ചിട്ടുള്ളത്. അർജുൻ പാണ്ഡെ എന്ന് പറയുന്ന സമാരാധനായ കളക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന കർമ്മം നടത്താനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇത് ഗൗരവമുള്ള ഒരു സംഭവം തന്നെയാണ്. ഓഡിറ്റ് ഒബ്ജക്ഷനുള്ള ഒരു ഉദ്ഘാടന കർമ്മം കളക്ടർ നിർവഹിക്കേണ്ടതുണ്ടോ?
കഴിഞ്ഞിട്ടോ വീമ്പ് പറച്ചിൽ നിന്നിട്ടില്ല മിഷണറി വാങ്ങി തുരുമ്പ് കയറി കമ്മീഷൻ വാങ്ങി പോക്കറ്റിലാക്കി. ഈ പദ്ധതി തുടങ്ങുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ പദ്ധതി തുടങ്ങി അതിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ആദ്യം ചെയ്ത പദ്ധതി എന്ന് പറയുന്നത് ഈ മിഷണറി വാങ്ങുക എന്നുള്ളതാണ്. ഏകദേശം നമ്മൾക്കുള്ള അറിവ് അനുസരിച്ച് ഏകദേശം ഒരു 2 കൊല്ലത്തിന് മേലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കമ്മീഷൻ വാങ്ങി പോക്കറ്റിലാക്കി. ഓഡിറ്റിംഗിൽ കുടുങ്ങിയപ്പോൾ തട്ടിക്കൂട്ടിയ ശ്രീ ഫുഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഓഡിറ്റ് ഒബ്ജക്ഷനിൽ കൃത്യമായിട്ട് ഇത് വേണ്ടത്ര രീതിയിലുള്ള ഭംഗിയായിട്ടുള്ള DPR കൊടുക്കുകയോ അതുപോലെ തന്നെ ഇതിന്റെ അനുകാലികമായിട്ടുള്ള ഇത് ആർക്ക് വേണ്ടിയാണ്, ഇതെങ്ങനെയാണ് ഇതിന്റെ നടത്തിപ്പ്, എങ്ങനെയാണ് ഇതിന്റെ വിപണനം എന്നീ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് രേഖപ്പെടുത്താതെ ഈ പദ്ധതി വെച്ചു എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ബില്ല് പ്രകാരം 2025 കാണിക്കുന്നെങ്കിലും നമ്മളെല്ലാവരും നേരിട്ട് കണ്ടാണ് എന്നാണ് മിഷണറി വാങ്ങിച്ചിട്ടുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഏകദേശം ഒരു 2 വർഷത്തിന് മേലെ അതിന്റെ പരിപൂർണമായ ഗ്യാരണ്ടി പീരീഡ് അവസാനിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു തട്ടിക്കൂട്ട് ബില്ലുണ്ടാക്കി ആ ബില്ല് ഇനിയും അപ്പോഴും 10 മാസത്തോളം കഴിഞ്ഞു. ഇനി ആകെ 2 മാസമാണ് അതിന്റെ ആ ഗ്യാരണ്ടി പീരീഡ് കഴിയാനുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർത്തും ഈ വേണ്ടപ്പെട്ട നടപടികളൊന്നും പൂർത്തിയാക്കാതെ ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇത് ആര് നടത്തും എന്നുള്ളത് പോലും തീരുമാനിക്കുന്നതിന് മുമ്പ് അതിന്റെ ഉദ്ഘാടനവും അതും നേരത്തെ തന്നെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ചപ്പാത്തി ഉദ്ഘാടനം നടത്തി എന്നുള്ള രീതിയിൽ ചപ്പാത്തി പരത്തിയ വീഡിയോകളൊക്കെ കണ്ടാണ്. ഇതൊന്നും ആരും ഭരണസമിതിയിലോ മറ്റുള്ളതൊന്നും അറിയിക്കാതെ ഇതെടുക്കുന്ന ഏതെങ്കിലും ഒരു സ്വജനപക്ഷപാതമായി എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മറുപടി പറയൂ അധികാരികളെ, മറുപടി പറയൂ CPM. നികുതി പണം പിരിച്ചെടുത്ത് ജനങ്ങളെയാകെ കബളിപ്പിച്ചോ. CPM-ൻ ഭരണമിതോ. ഈ പദ്ധതിയെ കുറിച്ച് ഇതിന്റെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞങ്ങളൊരു ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നതല്ല. ഇതിന്റെ ഓഡിറ്റിംഗിൽ പറയുന്നുണ്ട് ഇത് എന്ത് പദ്ധതിയാണെന്നോ, ഇതിന്റെ സംരംഭകരാരാണെന്നോ, ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നോ, എന്ന് തുടങ്ങുമെന്നോ, ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നോ യാതൊരു പദ്ധതി വിഭാവനം ചെയ്യാതെ, യാതൊരു ആശയങ്ങളും ഇല്ലാതെ, യാതൊരു മുൻവിധികളും ഇല്ലാതെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുക. ഈ പദ്ധതി ആശയം നമ്മളൊരു സ്ഥാപനം, ഒരു ബിസിനസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ സംവിധാനം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ആ പദ്ധതിക്ക് ആവശ്യമായ മിഷനറികളെ കുറിച്ച് ചിന്തിക്കും, സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കും, ഇത് മാർക്കറ്റ് ചെയ്യുന്ന മേഖലയിൽ ചിന്തിക്കും, ആരൊക്കെയാണ് അതിനു വേണ്ട തൊഴിലാളികളെന്ന് ചിന്തിക്കും. ഇതൊന്നും ചെയ്യാതെ കുറെ മെഷീനറികൾ വാങ്ങിക്കൂട്ടിക്കൊണ്ട് ഇതിന്റെ പദ്ധതിയെക്കുറിച്ച് പദ്ധതി അംഗീകാരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മെഷീനറികൾ വാങ്ങിക്കൂട്ടുക, അത് തന്നെയാണ് ഏറ്റവും സംശയകരമായ രീതിയിൽ നിൽക്കുക. ഒരു മനോഹരമായിട്ടുള്ള പദ്ധതി 2 വർഷം 5 വർഷത്തോളം എടുത്ത ഒരു പദ്ധതിക്ക് ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെ ഈ പദ്ധതിയുടെ എത്രത്തോളം കെടുകാര്യസ്ഥത ഉണ്ട് എന്നുള്ളതാണ്. ഇത് വ്യക്തമായിട്ട് കമ്മീഷൻ തട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. അല്ലെങ്കിൽ ഇത്രയും നേരത്തെ ഇത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഒരു പദ്ധതി പൂർത്തീകരണത്തിന്റെ ഭാഗമായി മാത്രം എത്തിച്ചേരേണ്ട മെഷീനറികൾ 3 കൊല്ലം മുമ്പ് എടുത്തു വെക്കേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത് SC ഫ്ലാറ്റിന്റെ ഭൂമി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിലും ഇതുപോലെ ഞങ്ങൾ കമ്മീഷന്റെ ഒരു സാധ്യത പറഞ്ഞിരുന്നു. കാരണം ഒരു NOC തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭൂമി വാങ്ങിച്ച ആ കാലഘട്ടത്തിൽ നമ്മൾ ഇതേ കാര്യം പറഞ്ഞു. ഇന്ന് ആ ഭൂമി കാട് കയറി കിടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം ആ കാട് കയറി കിടക്കാനുണ്ടായിരുന്ന കാരണം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ സർക്കാരിന്റെ പണം, പഞ്ചായത്തിന്റെ പണം പല പല രീതിയിലുള്ള പദ്ധതികൾ രൂപീകരിച്ച് എങ്ങനെ തട്ടിയെടുക്കാം, കമ്മീഷൻ നേടിയെടുക്കാം എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതിയുടെ മുന്നോട്ട് പോക്ക് എങ്ങനെയാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങളുടെ സംശയം കൂടി ഇതിനകത്ത് ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നികുതി പണം പിരിച്ചെടുത്ത് ജനങ്ങളെയാകെ കബളിപ്പിച്ചോ. CPM-ൻ ഭരണമിതോ.